ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മുട്ട റോസ്റ്റ്. ഇതുപോലൊരു മുട്ടക്കറി ഇതുപോലൊന്നും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. ആദ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. 2 പട്ടയും പെരുംജീരകം ഇട്ട് അല്പം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 3 ചെറിയ സവാളയും ഒരു 3 പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടിയായിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ടു. മുളകായിട്ട് കാശ്മീരി മുളകിൻ്റെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടാണ് പൊടികളെല്ലാം ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊടികളൊന്നും കരിഞ്ഞു പോവുകയില്ല, കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അരച്ച ഈ തക്കാളിയുടെ ഈ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്തോട്ടെ. ഇപ്പോൾ നല്ല നെയ്യെല്ലാം തെളിഞ്ഞ് ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തത് ചേർക്കാം. അപ്പം തക്കാളിയെ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇപ്പം പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ബാക്കിയുടെ ചേർത്തിട്ട് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ എന്ത് വേവിച്ചാലും പീസായാലും ഇതുപോലെ ഉള്ളി ആയാലും വഴറ്റി വന്നു കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിച്ചാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം കൂടി ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്യാം. 1/2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. 1/2 സ്പൂൺ മതി. എനിക്ക് നല്ല കൊഴുപ്പും പ്രത്യേക ടേസ്റ്റും കിട്ടും. ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. മുളകിൻ്റെ കുത്തലും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ ഒരു കുത്തലും ഒരു വല്ലാത്ത ചുവയൊക്കെ ഉണ്ടല്ലോ, ഈ പഞ്ചസാര ഇടുമ്പോൾ അങ്ങ് മാറി കിട്ടും.
ഇതിലേക്ക് ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നന്നായിട്ട് വരഞ്ഞ് വെച്ച മുട്ടയാണ് ഇതിലേക്ക് ചേർക്കാം. അപ്പം മസാലയെല്ലാം അകത്ത് നന്നായിട്ട് പിടിക്കും. കുറച്ച് മല്ലിയില കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് ഈ മസാലയെല്ലാം അതിൻ്റെ മുകളിൽ വീഴുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു മുട്ടക്കറിയാണ്. പല രീതിയിൽ ഇതിനു മുമ്പ് ഞാൻ വേറെ പല രീതിയിലുള്ള മുട്ടക്കറിയെല്ലാം നമ്മുടെ ഷെയ്ഖ ദ ഹോം ഷെഫ് ചാനലിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിലുള്ള മുട്ടക്കറികളാണ്. അത് താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാം നല്ല ടേസ്റ്റുള്ള കറികളാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.